ഏഴാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ചാപ്റ്റർ 1 റീപ്പിംഗ് ഗോൾഡ് ഫ്രം സോയിൽ. റീപ്പിംഗ് ഗോൾഡ് ഫ്രം സോയിൽ. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു ഗെറ്റ് മോർ ഈൽഡ്? മോർ ഈൽഡ് കിട്ടാൻ വേണ്ടിയിട്ട്, ധാരാളം വിളവ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്തെല്ലാമാണ് ചെയ്യേണ്ടതെന്ന്. നർച്ചറിങ്, ഫെർട്ടൈൽ സോയിൽ, ഫേവറബിൾ ക്ലൈമറ്റ്, ക്വാളിറ്റി സീഡ്സ് ആൻഡ് പ്ലാന്റിംഗ് മെറ്റീരിയൽ. നർച്ചറിങ്, വളരാൻ ആവശ്യമായിട്ടുള്ള എല്ലാം കൊടുക്കണം. ഫെർട്ടൈൽ സോയിൽ, ആവശ്യമായിട്ടുള്ള വളക്കൂറുള്ള മണ്ണായിരിക്കണം. അനുയോജ്യമായ ക്ലൈമറ്റ് ആയിരിക്കണം. സീഡ് ക്വാളിറ്റി ഉള്ളതായിരിക്കണം. സീഡ് അഥവാ പ്ലാന്റിംഗ് മെറ്റീരിയൽ ക്വാളിറ്റി ഉള്ളതായിരിക്കണം, ഗുണമേന്മയുള്ളതായിരിക്കണം. ദ ഫോർമേഷൻ ഓഫ് സീഡ്ലിങ്സ് ഫ്രം സീഡ്. സീഡ്ലിങ്സിൽ നിന്ന് സീഡ് ഉണ്ടാകുന്നതിന് പറയുന്ന പേരാണ് സെക്ഷുവൽ റിപ്രൊഡക്ഷൻ. ദ ഫോർമേഷൻ ഓഫ് സീഡ്ലിങ്സ് ഫ്രം സീഡ്. സീഡിൽ നിന്നും സീഡ്ലിങ്സ്, തൈച്ചെടികൾ ഉണ്ടാകുന്നതിന് പറയുന്നതാണ്. വിത്തിൽ നിന്നും തൈച്ചെടികൾ ഉണ്ടാകുന്നതിന് പറയുന്ന പേരാണ് സെക്ഷുവൽ റിപ്രൊഡക്ഷൻ. ദ ഫോർമേഷൻ ഓഫ് ന്യൂ പ്ലാന്റ്സ് ഫ്രം പാർട്സ് ലൈക്ക് റൂട്ട്, സ്റ്റെം ആൻഡ് ലീഫ് ആർ കോൾഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. പുതിയ പ്ലാന്റുകൾ വേരിൽ നിന്നോ തണ്ടിൽ നിന്നോ ഇലയിൽ നിന്നോ ഒക്കെ ഉണ്ടാകുന്നതിന് പറയുന്ന പേരാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ദ റൂട്ടഡ് പ്ലാന്റ് സെലക്റ്റഡ് ഫോർ ഗ്രാഫ്റ്റിംഗ്. ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന പ്ലാന്റിനെ പറയുന്ന പേരാണ് സ്റ്റോക്ക്. ബ്രാഞ്ച് സെലക്റ്റഡ് ഫോർ ഗ്രാഫ്റ്റിംഗ്. ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ബ്രാഞ്ച് ആണ് സയൺ. റൂട്ടുള്ള, വേരുള്ള ഏത് ചെടിയാണോ തിരഞ്ഞെടുക്കുന്നത് ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടി, അതിന് പറയുന്ന പേര് സ്റ്റോക്ക് എന്നും. ഏത് ബ്രാഞ്ചാണോ തിരഞ്ഞെടുക്കുന്നത് ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടി, അതിന് പറയുന്ന പേര് സയൺ എന്നുമാണ്. മെത്തേഡ്സ് ഫോർ പ്രൊഡ്യൂസിങ് ഗുഡ് ക്വാളിറ്റി സാപ്ലിങ്സ്. ഗുഡ് ക്വാളിറ്റി സാപ്ലിങ്സ് തിരഞ്ഞെടുക്കുന്നതിനുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണ്? ലെയറിങ്, ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിങ്. ലെയറിങ്, ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിങ് ആണ് മെത്തേഡ്സ് ഫോർ പ്രൊഡ്യൂസിങ് ഗുഡ് ക്വാളിറ്റി സാപ്ലിങ്സ്. പ്രൊഡ്യൂസിങ് ന്യൂ സീഡ്സ് ത്രൂ ആർട്ടിഫിഷ്യൽ പൊളിനേഷൻ ബിറ്റ്വീൻ പ്ലാന്റ്സ് ഓഫ് ദി സെയിം സ്പീഷ്യസ് ബട്ട് ഓഫ് ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. അത് പറയുന്നതാണ് ഹൈബ്രിഡൈസേഷൻ. ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡ്യൂസിങ് ന്യൂ സീഡ്സ്, പുതിയ വിത്തുകളെ ഉൽപ്പാദിപ്പിച്ചെടുക്കുകയാണ്. എങ്ങനെ? ത്രൂ ആർട്ടിഫിഷ്യൽ പൊളിനേഷൻ, ആർട്ടിഫിഷ്യലായിട്ടുള്ള പരാഗണത്തിലൂടെ, കൃത്രിമ പരാഗണത്തിലൂടെ. എന്തൊക്കെ തമ്മിലുള്ള? ബിറ്റ്വീൻ പ്ലാന്റ്സ് ഓഫ് ദി സെയിം സ്പീഷ്യസ് ബട്ട് ഓഫ് ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. ഒരേ സ്പീഷ്യസിൻ്റെ, ഒരേ തരത്തിലുള്ള ചെടിയുടെ വ്യത്യസ്ത ഗുണങ്ങളുള്ള വിത്തുകളെ തമ്മിൽ പരാഗണം നടത്തി അതിൽ നിന്നും പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നതിന് പറയുന്ന പേരാണെന്ത്? ഹൈബ്രിഡൈസേഷൻ. ഹൈബ്രിഡ് വെറൈറ്റി ഓഫ് കോക്കനട്ട് ട്രീ. ഹൈബ്രിഡ് വെറൈറ്റി ഓഫ് കോക്കനട്ട് ട്രീ ഏതൊക്കെയാണെന്ന് നോക്കാം. ചന്ദ്രലക്ഷ. ചന്ദ്രലക്ഷ എന്ന് പറയുമ്പം ലക്ഷദ്വീപ് ഓർഡിനറി, ചാവക്കാട് ഓറഞ്ചുമാണ് T/D എന്ന് നമ്മൾ പറയുന്നത്. ആ പേരിൽ നിന്ന് നോക്കാം. ചന്ദ്രലക്ഷ എന്ന് പറയുമ്പോൾ ചന്ദ്ര എന്നുള്ള ചാവക്കാട് ഓറഞ്ചിൻ്റെ ചന്ദ്ര, ലക്ഷ എന്നുള്ളത് ലക്ഷദ്വീപ് ഓർഡിനറിയുടേത്. ഇനി ചന്ദ്രശങ്കര, ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടോളും, അതാണ് D/T എന്ന് പറയുന്നത്. ലക്ഷ്യഗംഗ എന്ന് പറയുന്നത് ലക്ഷദ്വീപ് ഓർഡിനറിയും ഗംഗാബോധവും ലക്ഷദ്വീപ് ഓർഡിനറിയും കൂടെ കൂടുന്നതാണ് ലക്ഷ്യഗംഗ. അതാണ് T/D എന്ന് പറയുന്നത്. ദെൻ ഗുഡ് ക്വാളിറ്റി സീഡ്സ്. ഗുഡ് ക്വാളിറ്റി സീഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോന്നിൻ്റെ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഇത് സാധാരണഗതി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, പഠിച്ചിരിക്കണം. പാടി, നെല്ലിൻ്റെ ഗുഡ് ക്വാളിറ്റി സീഡ്സ് ഏതൊക്കെയാണ്? പവിത്ര, ഹ്രസ്വ, അന്നപൂർണ. പവിത്ര, ഹ്രസ്വ, അന്നപൂർണ പാടിയുടെ ഗുഡ് ക്വാളിറ്റി സീഡ്സ് ആണ്. പീയുടെ, പയറിൻ്റെ ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ഗ്രീൻ ചില്ലി, പച്ചമുളകിൻ്റെ ഉജ്ജ്വല, ജ്വാലമുഖി, അനുഗ്രഹ. ഉജ്ജ്വല, ജ്വാലമുഖി, അനുഗ്രഹ. ലേഡീസ് ഫിംഗർ, വെണ്ടയ്ക്കാടത് ഏതൊക്കെയാണെന്നുള്ളത്? കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. ബ്രിഞ്ചാൾ, ബ്രിഞ്ചാളിൻ്റെ ഏതൊക്കെയാണെന്നുള്ളതാണ്? സൂര്യ, സേത, ഹരിത, നീലിമ. സൂര്യ, സേത, ഹരിത, നീലിമ. ടൊമാറ്റോയുടെ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുക്തി, അനഘ, അക്ഷയ. മുക്തി, അനഘ, അക്ഷയ.
ബിറ്റർ ഗാർഡിൻ്റെ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രിയങ്ക. ബിറ്റർ ഗാർഡ് പാവയ്ക്കയുടേത് പ്രിയങ്ക. അത് പഠിച്ചിരിക്കണം. ഗുഡ് ക്വാളിറ്റി സീഡ്സ് ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഷുവറായിട്ടും അവിടെ നിന്ന് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അത് പഠിച്ചിരിക്കണം. അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ അവർ സ്റ്റേറ്റ്. നമ്മുടെ സ്റ്റേറ്റിലുള്ള കേരളത്തിലുള്ള അഗ്രികൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഏതൊക്കെയാണ്? കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി KAU, മണ്ണൂത്തി തൃശ്ശൂരുള്ള കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി. സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ശ്രീകാര്യം തിരുവനന്തപുരത്തുള്ള ശ്രീകാര്യത്തെ സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ദെൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് കോഴിക്കോടുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച്. ദെൻ കോട്ടയത്തുള്ള റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. അതിൻ്റെ ഷോർട്ട് ഫോമും ഫുൾ ഫോമും എല്ലാം അറിയാമായിരിക്കണം കേട്ടോ. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ കോട്ടയം. സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കാസർഗോഡ്. സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കാസർഗോഡ്. റീജിയണൽ റിസർച്ച് സെൻറ്റേഴ്സ് ഓഫ് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി. റീജിയണൽ റിസർച്ച് സെൻറ്റേഴ്സ് ഓഫ് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി. അതൊക്കെയാണ് അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ അവർ സ്റ്റേറ്റ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രൊഡ്യൂസിങ് എ ന്യൂ ജെർമിനേഷൻ ഫ്രം എ സെൽ ഓർ ടിഷ്യൂ ഓഫ് എ പ്ലാന്റ്. അതിന് പറഞ്ഞ പേരാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. പ്രൊഡ്യൂസിങ് എ ന്യൂ ജനറേഷൻ ഫ്രം എ സെല്ല് ഓർ ടിഷ്യൂ. ഒരു കോശത്തിൽ നിന്ന്, ഒരു ടിഷ്യൂവിൽ നിന്ന് ഒരു പുതിയ ജനറേഷനെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നതിന് പറയുന്ന പേരാണ് ടിഷ്യൂ കൾച്ചർ. ടിഷ്യൂ കൾച്ചർ ഈസ് എഫക്റ്റീവ്ലി പ്രാക്ടീസ്ഡ് ഇൻ ഏതിൻ്റെ എല്ലാം കാര്യത്തിലാണ് ഏറ്റവും നന്നായിട്ട് ടിഷ്യൂ കൾച്ചറിൽ നടക്കുന്നത്? പ്ലാന്റെയിൻ വാഴയുടെ കാര്യത്തിൽ, പെപ്പർ കുരുമുളക്, കാർഡമം ഏലക്ക, പൈനാപ്പിൾ, ഇത്രയും കാര്യത്തിനകത്താണ് ടിഷ്യൂ കൾച്ചർ നന്നായിട്ട് നടക്കുന്നത്. പെക്കുലാരിറ്റി ഓഫ് ടിഷ്യൂ കൾച്ചർ ടെക്നോളജി. ടിഷ്യൂ കൾച്ചർ ടെക്നോളജിയുടെ പെക്കുലാരിറ്റി എന്താണ്? പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ടിഷ്യൂ കൾച്ചർ ടെക്നോളജിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത്. ഹൺഡ്രഡ്സ് ഓഫ് പ്ലാന്റ്ലെറ്റ്സ് വിത്ത് സെയിം ക്വാളിറ്റി ഓഫ് പേരൻറ്റ് പ്ലാന്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഫ്രം എ പ്ലാന്റ്. ഒരു പ്ലാന്റിൽ നിന്ന് പേരൻറ്റ് പ്ലാന്റിൻ്റെ സെയിം ക്വാളിറ്റീസുള്ള 100 കണക്കിന് തൈച്ചെടികളെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ടിഷ്യൂ കൾച്ചറിൻ്റെ പ്രത്യേകത. ഷോർട്ട് ടൈം ക്രോപ്സ് കൾട്ടിവേറ്റഡ് എമംഗ് ദ മെയിൻ ക്രോപ്പ്. ദേ ഡു നോട്ട് ഹാം ദ മെയിൻ ക്രോപ്പ്. അതിന് പറയുന്നതാണ് ഇൻ്റർക്രോപ്പ്. ഇൻ്റർക്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷോർട്ട് ടൈം ക്രോപ്സ് ആണ് കൾട്ടിവേറ്റഡ് എമംഗ് ദി മെയിൻ ക്രോപ്പ്. മെയിൻ ക്രോപ്പിനിടയ്ക്ക് ഇടവിളയാണ് ഇൻ്റർക്രോപ്പ് എന്ന് പറയുന്നത്. ഷോർട്ട് ടൈം ക്രോപ്സ് ആയിട്ട് നടുന്നതാണ് അത്. ദേ ഡു നോട്ട് ഹാം ടു ദ മെയിൻ ക്രോപ്പ്. മെയിൻ ക്രോപ്പിന് അതൊരു ഹാമായിട്ട്, ഉപദ്രവമായിട്ട് വരുന്നുമില്ല. ഇനി ക്രോപ്പ് റൊട്ടേഷൻ എന്നാന്ന് നോക്കാം. കൾട്ടിവേറ്റിംഗ് എ ഡിഫറെൻറ്റ് ക്രോപ്പ് ഇൻസ്റ്റെഡ് ഓഫ് ക്രോപ്പ് കൾട്ടിവേറ്റഡ് ഏർലിയർ. കൾട്ടിവേറ്റിംഗ് എ ഡിഫറെൻറ്റ് ക്രോപ്പ് ഇൻസ്റ്റെഡ് ഓഫ് ക്രോപ്പ് കൾട്ടിവേറ്റഡ് ഏർലിയർ. നേരത്തെ നട്ടിരുന്ന ചെടിയിൽ നിന്നും വ്യത്യസ്തമായി മറ്റൊരു വിഭാഗം നടുന്നതിനാണ് പറയുന്നത് ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഒരേ തരത്തിലുള്ള വിളകൾ തന്നെ നട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവിടെ അതിനുണ്ടാകുന്ന വിളകൾ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ഒരെണ്ണം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നെല്ല് വിതച്ച് കഴിയുമ്പോൾ അടുത്ത നെല്ല് വിതയ്ക്കുന്നതിനിടയ്ക്ക് കണ്ടത്തിൽ പയറും ഒക്കെ നടുന്നത് പോലെ തന്നെയാണ് ഇത് പറയുന്നത് ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ഓഫ് ക്രോപ്പ് റൊട്ടേഷൻ. കൾട്ടിവേഷൻ ഓഫ് പീ, പയർ നടുന്നത്. ബ്ലാക്ക് ഗ്രാം എക്സെട്ര അറ്റ് ഇൻ്റർവെൽസ് ഇൻ പാഡി ഫീൽഡ്സ്. പാഡി ഫീൽഡിൽ കൾട്ടിവേഷൻ ഓഫ് പീയും ബ്ലാക്ക് ഗ്രാമും ഒക്കെ നടുന്നത് എന്തിന് എക്സാമ്പിളാണ്? ക്രോപ്പ് റൊട്ടേഷൻ എക്സാമ്പിളാണ്. എസെൻഷ്യൽ എലമെൻറ്റ് ഫോർ പ്ലാന്റ് ഗ്രോത്ത്. പ്ലാന്റ് ഗ്രോത്തിനുള്ള എസെൻഷ്യൽ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? നൈട്രജനാണ്. സം ഓഫ് ദി ബാക്ടീരിയ ക്യാൻ കൺവേർട്ട് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ടു നൈട്രേറ്റ്. അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ നൈട്രേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ബാക്ടീരിയയുടെ പേരാണ് റൈസോബിയം. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം. അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ നൈട്രേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ബാക്ടീരിയയുടെ പേരാണ് റൈസോബിയം. പ്ലാന്റ്സ് ദാറ്റ് അബ്സോർബ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ആൻഡ് കൺവേർട്ട് ടു നൈട്രേറ്റ്. പ്ലാന്റ്സ് ദാറ്റ് അബ്സോർബ് അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ അബ്സോർബ് ചെയ്തെടുത്തിട്ട് നൈട്രേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്ലാന്റ്സ് ഏതൊക്കെയാണ്? പി, മിമോസ എന്ന് പറഞ്ഞാൽ ടച്ച് മീ നോട്ട്, നമ്മുടെ തൊട്ടാവാടിച്ചെടി.
കോമൺ ടെർഫോസിയ കോഴിഞ്ഞാലി എന്ന് പറയുന്ന ചെടി, ഹോഴ്സ് ഗ്രാം, ബ്ലാക്ക് ഗ്രാം ഇതൊക്കെയാണ് അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ സ്വീകരിച്ച് നൈട്രേറ്റ് ആയിട്ട് മണ്ണിലേക്ക് നൽകുന്ന ചെടികൾ. എക്സാമ്പിൾസ് ഓഫ് ബയോ പെസ്റ്റിസൈഡ്സ് ജൈവ കീടനാശിനികൾ ഏതൊക്കെയാണെന്നുള്ളത്: ടുബാക്കോ ഡീക്കോഡേഷൻ, നീം കേക്ക്, നീം ഓയിൽ എമൽഷൻ. ടുബാക്കോ ഡീക്കോഡേഷൻ, നീം കേക്ക്, നീം ഓയിൽ എമൽഷൻ. ബയോ ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൈവവളങ്ങൾ ഏതൊക്കെയാണ്: ഗ്രീൻ മാനൂർ പച്ചില വളങ്ങൾ, കൗഡങ്ങ്, കമ്പോസ്റ്റ് മാനൂർ, ഫിഷ് മാനൂർ, പോട്രി ഡ്രോപ്പിംഗ്, ഗോഡ് ഡ്രോപ്പിംഗ്സ്, ബോൺ മീൽ. ഗ്രീൻ മാനർ, കൗഡങ്ങ് പശുവിൻ്റെ ചാണകം, കമ്പോസ്റ്റ് മാനർ കമ്പോസ്റ്റായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്, ഫിഷ് മാനൂർ മീൻ വളം, പോൾട്രി ഡ്രോപ്പിംഗ്സ് കോഴിക്കാഷ്ടം, ഗോട്ട് ഡ്രോപ്പിംഗ്സ് ആടിൻ്റെ കാഷ്ടം, ബോൺ മീൽ എല്ലുപൊടി. ഇമ്പോർട്ടൻ്റ് ഫൈബർ ക്രോപ്പ് കൾട്ടിവേറ്റഡ് ഇൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഫൈബർ എന്ന് പറയുന്നത് കോട്ടൺ ആണ്. കോട്ടൺ ഏറ്റവും കൂടുതൽ ലോകത്ത് കൾട്ടിവേറ്റ് ചെയ്യുന്നതും ഇന്ത്യയിൽ തന്നെയാണ്. ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ജൂട്ട് ഇൻ ദ വേൾഡ് ഇന്ത്യ. ജൂട്ട് ഇൻ ദ വേൾഡ് ഇന്ത്യയാണ് കേട്ടോ. അവിടെ ജൂട്ടെന്ന് വീണ്ടും അറിയാതെ എഴുതിപ്പോയതാണ്. ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ജൂട്ട് ഇൻ ദ വേൾഡ് ഇന്ത്യ. അതിൻ്റെ ആൻസർ ഇന്ത്യ. ഏറ്റവും കൂടുതൽ ജൂട്ട് ലോകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പല പ്രാവശ്യം കേട്ട് നോട്ട്സ് എഴുതിയെടുത്ത് പഠിക്കുക.